കേരളത്തിലെ കരുത്തുറ്റ സഹകരണ മേഖല കേരളത്തിന് പുറത്തുള്ള ചിലർക്ക് അസ്വസ്ഥത സൃഷ്ടിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്നാൽ നാടിൻ്റെയും ജനങ്ങളുടെയും വിശ്വാസം പിടിച്ചുപറ്റിയ ഒന്നാണ് സഹകരണ രംഗമെന്നും ജനങ്ങളുടെ വിശ്വാസത്തിൻ്റെ മേലാണ് സഹകരണ രംഗം പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൂത്തുപറമ്പ് സഹകരണ റൂറൽ ബാങ്കിൻ്റെ നവീകരിച്ച ഓഡിറ്റോറിയം കോംപ്ലക്സിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സഹകരണ രംഗത്തിൻ്റെ ഒരു പ്രത്യേകത, സഹകരണ രംഗത്ത് സഹകരണ സ്ഥാപനത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ചേരിതിരിവൊക്കെ ഉണ്ടാകുമെങ്കിലും തെരഞ്ഞെടുപ്പിന് ശേഷം സ്ഥാപനത്തിൻ്റെ പ്രവൃത്തിയിൽ മറ്റ് ചേരിതിരിവുകൾ അധികം ദൃശ്യമാകാറില്ല എന്നുള്ളതാണ്. കാരണം നാടിൻ്റെ ഒരു സ്ഥാപനമായിട്ടാണ് ഏത് സഹകരണ സ്ഥാപനവും മാറുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട പങ്കാണ് കേരളത്തിലെ ക്രെഡിറ്റ് മേഖല വഹിച്ചു പോകുന്നത്. അതിൻ്റെ ഭാഗമായി വലിയ വളർച്ച കേരളത്തിലെ ക്രെഡിറ്റ് മേഖലയ്ക്ക് നേടാൻ കഴിഞ്ഞു വന്നതും കാണാൻ നമുക്ക് സാധിക്കും. ഒറ്റപ്പെട്ട ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിലും കേരളത്തിലെ സഹകരണ മേഖല അതിശക്തമാണ്. ഒറ്റപ്പെട്ട ആക്ഷേപങ്ങൾ ഉണ്ടാവുന്നത് സർക്കാർ അതീവ ഗൗരവത്തോടെ കാണുന്നു. ഇത് പരിഹരിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അതിനായി ഓഡിറ്റ് സംവിധാനം കുറെ കൂടി ശക്തവും കുറ്റമറ്റതുമാക്കാൻ കൂടുതൽ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും പ്രതിസന്ധിയിലായ സ്ഥാപനത്തെ സഹായിക്കാൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എത്ര കനത്ത നടപടി സ്വീകരിച്ചു വന്നാലും കേരളത്തിൻ്റെ സഹകരണ മേഖലയെ തകർക്കാനാവില്ല. പക്ഷേ ആർജിച്ച വിശ്വാസത്തിന് പോർലേൽപ്പിക്കുന്ന അവസ്ഥയുണ്ടായാൽ അത് സഹകരണ മേഖലയ്ക്ക് വല്ലാത്ത ദോഷം ചെയ്യും എന്നതാണ് ഇതിൽ നാം കാണേണ്ടത്. നേരത്തെ മുതൽക്ക് സഹകരണ മേഖലയ്ക്കുണ്ട്. പക്ഷേ ഇത്തരമൊരു അവസ്ഥ പരിഗണിച്ചുകൊണ്ട് വിവിധ രംഗങ്ങളിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ സർക്കാർ തയ്യാറായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഓഡിറ്റിങ്ങിൽ കൂടുതൽ ഫലപ്രദമായ ഇടപെടലുണ്ടാകുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് നിശ്ചയിച്ചിട്ടുണ്ട്. 24 വർഷം മുമ്പ് നിർമ്മിച്ച ഓഡിറ്റോറിയവും ഡൈനിങ് ഹാളും നവീകരിച്ച് എയർ കണ്ടീഷൻ സൗകര്യത്തോടെ മെയിൻ ഓഡിറ്റോറിയവും മറ്റൊരു ബാങ്കറ്റ് ഹാളും ഡൈനിങ് ഹാളുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ ആധുനിക സൗകര്യത്തോടെയുള്ള പാചകശാലയും VIP ലോഞ്ചും പുതിയ ലിഫ്റ്റും സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റും ഓപ്പൺ ഓഡിറ്റോറിയവും വിശാലമായ പാർക്കിംഗ് യാർഡും സോളാർ പാനൽ ഉൾപ്പെടെ കോംപ്ലക്സിൽ ഒരുക്കിയിട്ടുണ്ട്. നബാർഡിൽ നിന്നുള്ള 8.5 കോടി രൂപ ചെലവിലാണ് ഓഡിറ്റോറിയം കോംപ്ലക്സിന്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ചിരിക്കുന്നത്. ഹെഡ് ഓഫീസിന് പുറമെ 14 ബ്രാഞ്ചുകളും ഓഡിറ്റോറിയം കോംപ്ലക്സും കമേഴ്സ്യൽ കോംപ്ലക്സും കോപ്പ് ഹോം ലോഡ്ജുമാണ് നിലവിൽ പ്രവർത്തിച്ചു വരുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് കെ ധനഞ്ജയൻ അധ്യക്ഷനായി. ബാങ്കറ്റ് ഹാളിന്റെ ഉദ്ഘാടനം KK ശൈലജ MLAയും ഡൈനിങ് ഹാളിന്റെ ഉദ്ഘാടനം ഡോക്ടർ V ശിവദാസൻ MPയും ആധുനിക കിച്ചന്റെ ഉദ്ഘാടനം KP മോഹനൻ MLAയും VIP ലോഞ്ചിന്റെ ഉദ്ഘാടനം ഖാദി ബോർഡ് വൈസ് ചെയർമാൻ P ജയരാജനും സോളാർ പാനൽ ഉദ്ഘാടനം റെയ്ഡ്കോ മുൻ ചെയർമാൻ വത്സൻ പനോളിയും ലിഫ്റ്റിന്റെ ഉദ്ഘാടനം യുവജന ക്ഷേമ ബോർഡ് മെമ്പർ VK സനോജും സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ ഉദ്ഘാടനം കൂത്തുപറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ V സുജാതയും നിർവഹിച്ചു.
റെഡ്കോ ചെയർമാൻ എം സുരേന്ദ്രൻ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. സെക്രട്ടറി എം ദിലീപ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കേരള ബാങ്ക് ഡയറക്ടർ KG വത്സലകുമാരി നിക്ഷേപ സമാഹരണവും ജില്ലാ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ വി രാമകൃഷ്ണൻ വായ്പാ വിതരണവും കൂത്തുപറമ്പ് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ CV ശശീന്ദ്രൻ ഓഹരി സമാഹരണവും നിർവഹിച്ചു. കൂത്തുപറമ്പ് സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ അജീഷ് K കിഴക്കയിൽ, കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R ഷീല, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ V ബാലൻ, PC ഗംഗാധരൻ തുടങ്ങി ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.